രണ്ടാം ഘട്ടത്തിൽ മധ്യ കേരളത്തിൽ നിന്ന് 4 ജില്ലകളാണ് നാളെ ജനവിധി തേടുന്നത്. ആലപ്പുഴയും കോട്ടയവും എറണാകുളവും തൃശ്ശൂരും. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും. സാലി, ഏറ്റവും പ്രധാനപ്പെട്ട ഈ 4 ജില്ലകളിൽ വളരെ പ്രാധാന്യം രാഷ്ട്രീയപരമായും അതോടൊപ്പം വാർഡുകളുടെ എണ്ണത്തിലുമൊക്കെയും എറണാകുളവും തൃശ്ശൂരുമാണ്. മലപ്പുറം കഴിഞ്ഞാൽ തൊട്ടടുത്ത 2 സ്ഥാനങ്ങൾ എറണാകുളത്തും തൃശ്ശൂരും. നിശബ്ദ പ്രചരണം എത്രമാത്രം ആവേശത്തിലാണ്, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏതു തരത്തിൽ ഈ 2 ജില്ലകളിലും? പ്രദീപ്, ഒരു മാസം നീണ്ടുനിന്ന വലിയ പ്രചരണത്തിനും ഒരു ദിവസം നീണ്ടുനിന്ന നിശബ്ദ പ്രചരണത്തിനും സമാപ്തിയായിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ഈ ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങും. ഏതാണ്ട് എറണാകുളം ജില്ലയിൽ 7667 സ്ഥാനാർത്ഥികളുടെയും തൃശ്ശൂർ ജില്ലയിൽ 7070 സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ ഭാവി നാളെ ജനം വിധിയെഴുതും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായി ഭരണകൂടങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിനായി വിപുലമായ ക്രമീകരണങ്ങൾ പോലീസും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ഷൻ നടത്തുന്നതിനുള്ള, തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നതിനൊപ്പം പോളിംഗ് കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി എത്തിയിട്ടുണ്ട്. നാളെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. UDFന് വലിയ തോതിൽ പ്രാമുഖ്യം നൽകിയ ഒരു പ്രദേശം എന്ന നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ സംഭാവന നൽകിയ ഒരു മേഖലയാണിത്. അതിന് 5 വർഷത്തിനിപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം UDFനെ പോലെ തന്നെ ഇടതുപക്ഷത്തിനും വലിയ പ്രതീക്ഷകൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളതാണ്. സ്വന്തം കാര്യമായി സ്വാധീനം തെളിയിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ SNDP സഖ്യം വഴിയൊക്കെ തങ്ങളുടെ സാന്നിധ്യവും തങ്ങളുടെ ശക്തിയും തെളിയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് BJP തെരഞ്ഞെടുപ്പ് കളത്തിലുള്ളത്. ഏതായാലും വലിയ ആത്മവിശ്വാസം UDFനും LDFനും BJPക്കും നൽകിയൊരു തെരഞ്ഞെടുപ്പ് ആണ് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കഴിഞ്ഞു പോയത്. നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങും. അതിനിടയിൽ വലിയ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ രാഷ്ട്രീയമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചി കോർപ്പറേഷൻ, സംസ്ഥാന വ്യാപകമായി ശ്രദ്ധ നേടിയിരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ UDFിലെ വിശേഷിച്ചും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തുന്നതിന് അവസാന മണിക്കൂറുകൾ വരെയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി. ഇന്ന് സ്ഥാനമൊഴിഞ്ഞ ഡെപ്യൂട്ടി മേയർ ഭദ്രയ്ക്കെതിരെ വേണുഗോപാലും സ്ഥാനമൊഴിഞ്ഞ മേയർ ടോണി ചെമ്മണിയും ഒക്കെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. സ്വാഭാവികമായും നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന വോട്ടർമാരെ, കൊച്ചി കോർപ്പറേഷനിലെ വോട്ടർമാരെ അതെങ്ങനെ സ്വാധീനിക്കുമെന്ന് ഫലം വരുമ്പോൾ തന്നെ കണ്ടറിയാം. മാത്രവുമല്ല, മറ്റ് മേഖലകളിലും സമാനമായ സ്ഥിതിയിൽ വിമത പ്രശ്നങ്ങൾ UDF നേരിടുന്നു. അതുകൊണ്ട് തന്നെ LDF കേന്ദ്രങ്ങൾ ഇത് വലിയ പ്രതീക്ഷയുടെ അളവുകോലായി വെക്കുന്നുണ്ട്. എന്നാൽ UDFിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഒക്കെ വലിയ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളായി ഉയർത്തിക്കാട്ടിയിരുന്നു. അത് ജനങ്ങൾ ഏറ്റെടുക്കും. അത് UDFന് അനുകൂലമായ വിധിയെഴുത്തായി മാറും എന്ന് UDFും പ്രതീക്ഷിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക്, പോളിംഗിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം ഇലക്ഷൻ കമ്മീഷനും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ 2 ജില്ലകൾക്കൊപ്പം തന്നെ തൃശ്ശൂരും എറണാകുളവും വളരെ പ്രാധാന്യമാണ് കോട്ടയത്തുള്ളതും. കോട്ടയത്തിന്റെ വിശദാംശങ്ങളിലേക്കും വരാം. സാലിയിലേക്ക് തന്നെ. ഷാജഹാൻ, മറ്റൊരു ജില്ല മധ്യ കേരളത്തിൽ, ആലപ്പുഴയിൽ. ഷാജഹാൻ, സാലി ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റു 3 ജില്ലകൾ മധ്യ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്കും ആലപ്പുഴയുടേതായ രാഷ്ട്രീയമുണ്ട്. ഒരുപക്ഷെ പുതിയ സഖ്യത്തെക്കുറിച്ച് സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആലപ്പുഴയുടെ റിസൾട്ടാണ്. അത്രമാത്രം പ്രാധാന്യം ആലപ്പുഴയെക്കുറിച്ച് കണക്കാക്കുമ്പോൾ ഏതു തരത്തിലാണ് അവിടെ നിശബ്ദ പ്രചരണവും വരുന്ന മണിക്കൂറുകൾ, അടിയൊഴുക്കുകളെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? ഒരുക്കങ്ങൾ ഏതു തരത്തിൽ? പ്രദീപ്, കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി നടന്നു വന്ന ശബ്ദപ്രചരണത്തിന് ഇന്നലെ വിരാമം കുറിച്ചിരുന്നു. ഇന്ന് വളരെ നിശബ്ദമായിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു നമുക്ക് പല സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും പല രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെ SNDP ആണ് ഒരു പ്രധാന ഘടകമായിട്ട് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉറവിടം എന്നുള്ള നിലയിൽ ആലപ്പുഴയാണ് അവർ പ്രധാന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, കോട്ടയം ജില്ലകളിലാണ് അവർക്ക് കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലാകട്ടെ ഏകദേശം 130 SNDP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥികൾ ഏകദേശം 700-ലധികം BJPയുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. ഒരു സഖ്യം എന്നുള്ള നിലയിൽ നമുക്ക് പല ഭാഗത്തും ഈ SNDP BJP സഖ്യത്തെ കാണാൻ സാധിക്കുന്നില്ല. കാരണം
SNDPയുടെ സ്ഥാനാർത്ഥികളെ BJP കാര്യമായിട്ട് പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥികളെ SNDP പിന്തുണയ്ക്കുന്നില്ല എന്ന തരത്തിലുള്ള പരസ്പരം പഴിചാരലുകളൊക്കെ നമുക്ക് പല ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ SNDPക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ SNDP ഉണ്ടാക്കാൻ പോകുന്ന മൂന്നാം മുന്നണിക്കുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേട്ടം ഇപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒടുവിലത്തെ ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രചരണത്തിനിടയിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല. പലപ്പോഴും പല ഘട്ടങ്ങളിലും പരസ്പരം പഴിചാരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അത് നേതാക്കൾ തമ്മിലും, അല്ലെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഇതിനെതിരെ പരസ്യമായിട്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. BJPയുടെ ഭാഗത്തു നിന്നും, അല്ലെ BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയോട് കൂടിയുള്ള പ്രവർത്തനം SNDPയുടെ വിജയത്തിനായിട്ട് നടക്കുന്നില്ല എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആരോപണം നിലനിരുന്നു. എന്തും CPMന്റെ അടിത്തറ, അല്ലെ ഇടതുപക്ഷത്തിന്റെ അടിത്തറയെന്ന് അവകാശപ്പെടാവുന്ന ആലപ്പുഴ ജില്ലയിൽ ഇത്തവണയും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം ഇടതുപക്ഷം തന്നെ നേടുമെന്ന് ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മുൻപോട്ട് പോകുന്നത്. 6 നഗരസഭകളാണ് ഇത്തവണ മത്സരത്തിനായിട്ടുള്ളത്. കഴിഞ്ഞ തവണ 5 നഗരസഭകളായിരുന്നു. ഈ 5 നഗരസഭകളിൽ ആലപ്പുഴയും മാവേലിക്കരയും ഇടതിനോടൊപ്പമായിരുന്നു. മറ്റ് നഗരസഭകളായിരുന്നു UDF ഭരിച്ചിരുന്നത്. എന്തായാലും ആലപ്പുഴയിലെ അസംബ്ലി മണ്ഡലം പരിശോധിച്ചാൽ തന്നെ 2 സീറ്റുകൾ മാത്രമാണ് UDFന് കഴിഞ്ഞ തവണ നേടാൻ സാധിച്ചത്. അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കൂടുതൽ വോട്ടുകൾ LDFന് നേടാനായെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവർ വീണ്ടും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും 16 ലക്ഷത്തിലധികം വോട്ടർമാരാണ് നാളെ ആലപ്പുഴ ജില്ലയിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 5612 സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ ജില്ലയിൽ നാളെ വോട്ടെടുപ്പിൽ മത്സരിക്കുന്നത്. ഏറ്റവും നിർണായകമാണ് സാലി. ഇപ്പോൾ ആലപ്പുഴ സൂചിപ്പിക്കുമ്പോൾ മധ്യകേരളത്തെ സംബന്ധിച്ച് കോട്ടയത്തെ ഒഴിവാക്കാൻ കഴിയില്ല. കോട്ടയത്തിനെയും അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ബാർക്കോഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി, അതോടൊപ്പം PC ജോർജ് വിഭാഗം, എമ്മിൽ തന്നെ PJ ജോസഫ് വിഭാഗം ഒക്കെയും പുലർത്തുന്ന അസംതൃപ്തി, ഇതൊക്കെയും കോട്ടയത്ത് ഏതു തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? നിശബ്ദ പ്രചരണം അവസാന മണിക്കൂറുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ആ ജില്ലയിൽ കാണുന്നുണ്ടോ? പ്രദീപ്, തീർച്ചയായും UDFനുള്ളിലെ വലിയ അന്തഛിദ്രങ്ങൾ തുടക്കത്തിൽ വലിയ പ്രചരണ വിഷയമായ ഒരു ജില്ലയാണ് കോട്ടയം. UDFന്റെ ശക്തി കേന്ദ്രമാണ് എന്ന് അടിവരയിട്ട് പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ UDFനുള്ളിലുണ്ടായ ചില പടലപ്പിണക്കങ്ങളും അന്തഛിദ്രങ്ങളും വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടക്കത്തിൽ ചർച്ചയായിരുന്നു. വിശേഷിച്ചും PC ജോർജ് കേരള കോൺഗ്രസ് മാണ വിഭാഗം വിട്ടതും ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നതും ഒക്കെയായ സാഹചര്യം, ഒപ്പം കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ സൗഹൃദ മത്സരം നടക്കുന്നു ചില പഞ്ചായത്തുകളിൽ. അത്തരം സവിശേഷമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അവിടെ. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, അത് തുടക്കത്തിൽ അതായിരുന്നു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമെങ്കിൽ നമുക്കറിയാം പ്രചരണത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ബാർക്കോഴ കോടതി വിധി ഒക്കെ പുറത്തു വരികയും വലിയ വിവാദങ്ങളായി മാറുകയും UDFനെയും കേരള കോൺഗ്രസ് മാണ വിഭാഗത്തെയും വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ പോലും, ബാർ വിഷയത്തിൽ പോലും കേരള കോൺഗ്രസ് മാണ വിഭാഗവും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ ഭിന്നത പരസ്യമായി തന്നെ രംഗത്ത് പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഏതാണ്ട് മണിക്കൂറുകൾക്കകം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ പോകുന്ന വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ വികസന പ്രശ്നങ്ങൾ നിശ്ചയമായും സ്വാധീനിച്ചേക്കാം. അതിനൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ നേടിയ ബാർക്കോഴ പോലെയുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഉറപ്പിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. പരമ്പരാഗതമായി വലതുപക്ഷ ചായ്വ് പ്രകടിപ്പിക്കുന്ന കോട്ടയം ഇക്കുറി മാറി ചിന്തിക്കും എന്ന പ്രതീക്ഷ ഇടത് കേന്ദ്രങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഉണ്ട് താനും. പ്രദീപ്, മധ്യ കേരളത്തിൽ ഈ 4 ജില്ലകൾ അതിപ്രാധാന്യത്തോടെ നിൽക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ 2 ജില്ലകൾ മലപ്പുറവും പാലക്കാടും. ഒരുപക്ഷെ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ 2510 വാർഡുകൾ മലപ്പുറത്ത് വരുന്നു, 12 നഗരസഭകൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാടും. പുതിയ പ്രതീക്ഷകൾ പാലക്കാട് എത്രമാത്രം സാധ്യമാക്കും? BJPയും SNDP യൂണിയനും കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ ഈ 2 ജില്ലകളിലേക്കും വരാം. തെക്കൻ കേരളത്തോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിൽ 2 ജില്ലകൾ പാലക്കാടും മലപ്പുറവും. KT സ്വാലിഹും AK ലതീഷും ഈ വിവരങ്ങളുമായി ചേരും. ആദ്യം മലപ്പുറത്തിന്റെ വിശേഷങ്ങൾ. സ്വാലിഹ്, 2510 വാർഡുകൾ, കേരളത്തിന്റെ മറ്റു ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതിപ്രാധാന്യമായ 12 നഗരസഭകൾ. അതോടൊപ്പം തന്നെ അതിന്റെ രാഷ്ട്രീയപരമായി എന്തൊക്കെയാണ് വേർതിരിവുകളെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതു തരത്തിലാണ് ഈ അവസാന നിമിഷം, നിശബ്ദ പ്രചരണത്തിന്റെ അവസാന നിമിഷം മലപ്പുറം കടന്നു പോകുന്നത്? പ്രദീപ്, പോളിംഗ് സാമഗ്രികളെല്ലാം തന്നെ കൈമാറിക്കഴിഞ്ഞു. 3911 പോളിംഗ് സ്റ്റേഷനുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് രാത്രി കൂടി ഉറക്കമൊഴിച്ച വോട്ടർമാരെ നേരിട്ട് കാണുന്ന തിരക്കിലായിരിക്കും. ജില്ലയിൽ 94 പഞ്ചായത്തുകളും 12 നഗരസഭകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 32 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുമാണ് ആകെയുള്ളത്. കഴിഞ്ഞ തവണ UDFന് വലിയ മേൽക്കോയ്മ ലഭിച്ച ഒരു ജില്ലയാണ് മലപ്പുറം. 100 പഞ്ചായത്തുകളിൽ 92 പഞ്ചായത്തിലും UDF ജയിച്ച ജില്ലയാണ്. 12 നിലവിലുണ്ടായിരുന്ന 7 നഗരസഭകളിൽ ഒരു നഗരസഭ
മാത്രമാണ് LDFന് ലഭിച്ചിരുന്നത്. ഇത്തവണ ഈ കണക്കുകളിൽ ഒരു മാറ്റമുണ്ടാവുമെന്നാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. 3 നഗരസഭ വരെ, അതായത് പെരിന്തൽമണ്ണ, പൊന്നാനി, വളാഞ്ചേരി നഗരസഭകൾ LDFന് ഒപ്പം നിൽക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ 24 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി നഗരസഭയിലും കാളികാവ് ബ്ലോക്ക് ഡിവിഷനിലും നേർക്കുനേർ മത്സരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ 30% സ്ഥലത്തും UDF സംവിധാനം തന്നെ നിലവിലില്ല എന്നതാണ് വസ്തുത. ഇതുകൊണ്ട് തന്നെ വലിയ വീറും വാശിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. കോൺഗ്രസും പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും വെവ്വേറെ തന്നെ വോട്ട് തേടി വോട്ടർമാരെ കാണുന്ന ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ നിലവിലുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗിന് ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ സമസ്തയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ. സമസ്തയിൽ ഒരു വിഭാഗം ഇന്ന് ലീഗിനെതിരെ രംഗത്തെത്തിയിരുന്നു. ലീഗിന്റെ കരുവാരക്കുണ്ട് നിന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് TK അഷ്റഫ് അലിയാണ്. അഷ്റഫ് അലിക്കെതിരെ നേരത്തെ തന്നെ സമസ്ത രംഗത്ത് വന്നിരുന്നു. സമസ്തയുടെ സെക്രട്ടറി, SYSന്റെ സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് LDFന് വോട്ട് അഭ്യർത്ഥിച്ച് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പാണക്കാട് തങ്ങളോട് തന്നെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയും തുടർന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക് നീക്കിയ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പ്രദീപ്, ഇത്തരത്തിൽ തന്നെയാണ് മലപ്പുറം നിൽക്കുമ്പോൾ പാലക്കാടും AK ലതീഷ് കഴിഞ്ഞ തവണത്തെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ LDFും UDFും 43% വോട്ടുകൾ ഒരു റൗണ്ട് ഓഫ് ഫിഗറിലാണ്. സംസ്ഥാനത്തിന്റെ BJPയുടെ ഒരു പരിച്ഛേദം തന്നെ പാലക്കാട് കാണാൻ കഴിയും. 6-നും 7-നും ഇടയിൽ ശതമാനം വോട്ട് നേടുകയുണ്ടായി. അത്രയ്ക്ക് വാശിയേറിയ ഒരു പോരാട്ടം നടക്കുമ്പോൾ വലിയ തോതിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിക്കുമെന്നാണ് ഇരു മുന്നണികളും കണക്കാക്കുന്നത്. പുതിയ വോട്ടർമാരുടെ കണക്കുകളും അത്തരത്തിലാണ്. പാലക്കാട് ഏതു തരത്തിലാണ്? 21,31,322 വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. പാലക്കാട് ജില്ലയിൽ 2973 പോളിംഗ് ബൂത്തുകൾ ഇതിനകം തന്നെ സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇതിൽ അട്ടപ്പാടിയിലെ 12 ബൂത്തുകൾ അതീവ പ്രശ്നസാധ്യതാ ബൂത്തുകളാണ്, അതായത് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളാണ്. ഇവിടെ ഇന്ത്യൻ റിസർവ് പോലീസും തണ്ടർ ബോൾട്ടിനെയുമാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 21 അതീവ പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. 42 വെബ്കാസ്റ്റിംഗ് സ്റ്റേഷനുകൾ പാലക്കാട് ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ 7 മണിക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പോളിംഗ് ബൂത്തുകളിൽ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നും അവസാന മണിക്കൂറുകളിലും ഈ സമയത്ത് പോലും വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും മുഴുകിയത്. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ LDFും UDFും ഏകദേശം ഒപ്പത്തിനൊപ്പം നിന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ്. എന്നാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFന് ഒരു നേരിയ മേൽക്കൈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉണ്ടായി. ഇത് ആദ്യമായാണ് കഴിഞ്ഞ തവണ UDF വലിയൊരു മുന്നേറ്റം പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയെടുത്തത്. BJPയുടെ സാധ്യത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭ ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചാണ് പാലക്കാട് ജില്ലയിൽ തന്നെ BJP പ്രചരണം നയിച്ചത്. BJPയുടെ കേന്ദ്ര നേതാക്കൾ, RSSന്റെ സംസ്ഥാനത്ത് തന്നെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് പാലക്കാട് നടന്നത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണം, ആ രീതിയിലുള്ള വോട്ടിങ്ങും നാളെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇരു മുന്നണികളും, ഒപ്പം BJPയും. പാലക്കാടിന്റെ പ്രാധാന്യവും അത് തന്നെയാണ്. തെക്കൻ കേരളത്തിൽ പത്തനംതിട്ടയാണ് നാളെ വോട്ടെടുപ്പിലേക്ക് പോവുക. പത്തനംതിട്ടയിലെ വിശേഷങ്ങൾ ലെസ്ലി ജോൺ നൽകും. പ്രദീപ്, അത്യന്തം വാശിയേറിയ പ്രചരണങ്ങൾക്ക് ഒടുവിലാണ് നിശബ്ദ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ജില്ലയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ UDFന് വ്യക്തമായ മേൽക്കൈയുള്ള ജില്ലയെന്നാണ് പത്തനംതിട്ട പൊതുവെ അറിയപ്പെടുന്നത്. ആ ചരിത്രം മാറ്റിക്കുറിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ LDF അവരുടെ പ്രചരണ തന്ത്രങ്ങളും പ്രചരണ രീതികളും അവലംബിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി വലിയ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി ഇതിനെ മാറ്റുക എന്ന വലിയ ലക്ഷ്യമാണ് സമയപരിമിതിയും ഉള്ളത് കൊണ്ടാണ് ആ ലക്ഷ്യം എത്രമാത്രം ഫലവത്താകും. നാളെ വോട്ട് എടുപ്പാണ് രണ്ടാം ഘട്ടം. രാവിലെ 6 മുതൽ പ്രേക്ഷകർക്കൊപ്പം പീപ്പിൾ TVയും.